കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റിലേറ്റീവ് പ്രൊനൗണിൽ ഹൂ ആണ് പഠിച്ചത്. അപ്പോൾ ഹൂ നമ്മൾ പഠിച്ചു ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ആളെ കുറിച്ച് സംസാരിക്കാനാണ് ഹൂ എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹൂം ആണ്. ഹൂം ഇപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ ഹൂം ഉപയോഗിക്കേണ്ടിടത്തും ഹൂ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ PSC ക്കൊക്കെ പോകുന്നവർക്കാണ് എങ്കിൽ ഹൂം എവിടെയാണ് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ സെന്റൻസുകൾ എഴുതിയിട്ടുണ്ട്, അതാണ് എളുപ്പം. someone whom ആണ്, someone whom they selected. അപ്പൊ എന്താണ് they selected, അവര് തെരഞ്ഞെടുത്ത ആ ആളാണ്. ആ ആളാണ് ഇതിപ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഒരാളെ കാണിച്ചിട്ട് പറയാണ് അവര് സെലക്ട് ചെയ്ത ആ ആളാണിത്. അപ്പൊ someone whom, ആ ആള്, നമ്മൾ ആ ആളെ കുറിച്ച് പറയാണ്. someone whom they selected. I saw ഗീത, ഞാൻ ഗീതയെ കണ്ടു. whom you thought, നീ ചിന്തിച്ച ഗീതയെ ഞാൻ കണ്ടു. ആ ആളെ അല്ലെ, നീ ചിന്തിച്ചത് ആരാണ്? ഗീതയാണ്. ആ ആളെ ഞാൻ കണ്ടു. I saw ഗീത whom you thought. My friend Alex whom I respect. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആ ആൾ ആരാണ്? ഞാൻ ബഹുമാനിക്കുന്ന ആ ആളാണ് എന്ത്? എൻ്റെ ഫ്രണ്ട് അലക്സ്. അപ്പൊ ആ ആള് എന്ന് പറയാനാണ് നമ്മൾ ഹൂം ഉപയോഗിക്കുന്നത്. ഹൂം ഉപയോഗിക്കുന്നത് എന്ത് തന്നെയായിരുന്നു? അതിന് തന്നെയായിരുന്നു അല്ലെ ഹൂം ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ? ഹൂം കഴിഞ്ഞ് നമുക്ക് വന്നിരിക്കുന്നത് ദേ ആണ്. ഇവിടെ ഹൂ കഴിഞ്ഞ് വന്നിരിക്കുന്നത് യു ആണ്. ഇവിടെ ആഫ്റ്റർ ദാറ്റ് ഐ ആണ്. അപ്പോൾ എന്താ മനസ്സിലായത്? ഹൂം എന്ന റിലേറ്റീവ് പ്രൊനൗൺ കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഒരു പ്രൊനൗൺ ആയിരിക്കും. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ദേ ഒരു പ്രൊനൗൺ ആണ്, യു ഒരു പ്രൊനൗൺ ആണ്, ഐ ഒരു പ്രൊനൗൺ ആണ്. അപ്പൊ ഹൂം എന്ന റിലേറ്റീവ് പ്രൊനൗൺ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്രൊനൗൺ കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും? ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആയിരിക്കും. ഇനി റിലേറ്റീവ് പ്രൊനൗൺ ഏതാണെന്ന് അറിയത്തില്ല എങ്കിൽ നമ്മൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ ഏതോ ഒരു ലെസണിൽ ഞാൻ എടുത്തിട്ടുണ്ട് റിലേറ്റീവ് പ്രൊനൗൺ അല്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ PSC എക്സാമിനൊക്കെ പോകുന്നവർക്കാണ് എങ്കിൽ ഇങ്ങനെ റിലേറ്റീവ് പ്രൊനൗൺ ഫില്ല് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഈ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാഷ് തന്ന് ഇവിടെ കിടക്കുന്നത് എന്താണ്? ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ് എങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് കൊടുക്കണം? ഹൂം കൊടുക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കിടക്കുന്ന ഒരു വേർബ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് കൊടുക്കണം? ഹൂ കൊടുക്കണം. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലായത് someone whom they selected, നിങ്ങൾ സെലക്ട് ചെയ്ത ആ ആളാണ്, ആ ഒരാളാണ് someone, ആരോ ഒരാള്. I saw ഗീത, നീ ചിന്തിച്ച ഗീതയാണ് ഞാൻ കണ്ടത്. My friend Alex, I respect, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഫ്രണ്ടാണ് അലക്സ്. അപ്പൊ ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, ഹൂം എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൊനൗൺ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. വേർബ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇംഗ്ലീഷിൽ നമുക്ക് സംസാരിക്കാൻ ഈ ഹൂമിന് പകരം നമ്മൾ ഇപ്പോൾ ഹൂ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഹൂം ഒന്നും കൊടുക്കലില്ല, ഹൂ തന്നെയാണ്. അപ്പൊ നമുക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നവർ ഈ ഹൂമിനെ പഠിക്കണമെന്നില്ല. ഇത് പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഹൂ തന്നെ കൊടുത്താൽ മതി. അപ്പൊ നമുക്കിനി ഇവിടെ എല്ലാം ഒന്ന് ഹൂ ചേർത്ത് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് അടിയിന്ന് തുടങ്ങാം, അതാണ് എളുപ്പം. ഓക്കെ, മൈ ഫ്രണ്ട് അലക്സ്, നമ്മളിവിടെ ഹൂ ചേർക്കുകയാണ്. ഹൂ എന്താണ്? റെസ്പെക്റ്റ് എവരി വൺ. അപ്പൊ ഇവിടെ എസ് വേണ്ടേ? അലക്സ് ആണ്. അപ്പൊ എൻ്റെ ഫ്രണ്ട് അലക്സ് എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നയാളാണ്. അപ്പൊ എന്താണ്? മൈ ഫ്രണ്ട് അലക്സ്. ഹൂ കഴിഞ്ഞിട്ട് നമുക്ക് വേർബല്ലേ പറ്റത്തുള്ളൂ, പ്രൊനൗൺ പറ്റത്തില്ലല്ലോ. ഹൂ റെസ്പെക്ട്സ് എവരി വൺ പ്ലസ് വേർബ്. ഇനി I saw ഗീത ഹൂ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിവിടെ ചിന്തിച്ച ഗീതേനെയാണ് കണ്ടത്. അപ്പൊ നമുക്കിനി he was thinking എങ്ങനെ എഴുതണം? I saw ഗീത, ഞാൻ ഗീതയെ കണ്ടു. was thinking, who was thinking, ചിന്തിച്ചുകൊണ്ടിരുന്ന ഗീതയെ ഞാൻ കണ്ടു. who was thinking, verb വന്നു. someone whom they selected, someone
ഹൂ, ദേ ഇനി പറ്റത്തില്ല, നമുക്ക് വേർബേ പറ്റത്തുള്ളൂ. സമ്മൺ ഹൂ സെലക്റ്റഡ്. ഇവിടെ നിങ്ങളൊന്ന് ഫില്ല് ചെയ്തു, എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങളൊന്ന് ഫില്ല് ചെയ്തോളൂ. സമ്മൺ ഹൂ സെലക്റ്റഡ്. ബാക്കി നിങ്ങൾ സെന്റൻസ് ആക്കിക്കൊള്ളുക. അപ്പൊ എന്താ, വളരെ എളുപ്പമാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എത്ര നോക്കിയിട്ടും എനിക്ക് റിലേറ്റീവ് പ്രൊനൗൺ മനസ്സിലാകുന്നില്ല എന്ന്. റിലേറ്റീവ് പ്രൊനൗൺ വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ ഹൂമും പഠിച്ചു. ഇത് രണ്ടും എന്താണ്, വ്യക്തികളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലെ. വ്യക്തികളെ കുറിച്ച് പറയാൻ. അപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PSC ക്കൊക്കെ പോകുന്നവർ മാത്രമേ ഈ ഹൂമിനെ പഠിക്കേണ്ട കാര്യമുള്ളൂ, അല്ലാത്തവർക്ക് വേണ്ട. നമുക്ക് ഹൂ ഉപയോഗിച്ച് തന്നെ സംസാരിക്കാം. നമുക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് എങ്കിൽ നമ്മൾ ഹൂ ഉപയോഗിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്ന് ഹൂവും ഹൂമുമാണ് നമ്മൾ പഠിച്ചത്. ഹൂം കഴിഞ്ഞാൽ പ്രൊനൗൺ മാത്രമേ വരാവുള്ളൂ, ഹൂ കഴിഞ്ഞാൽ വേർബ് മാത്രമേ വരാവുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു ഹോംവർക്കും കൂടിയുണ്ട്. ഇതിന്റെ ബാക്കി നിങ്ങൾ എഴുതിക്കൊള്ളുക. സെന്റൻസ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ റിലേറ്റീവ് പ്രൊനൗണും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഹൂ നിങ്ങൾ കാണണം. കാരണം അത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. അപ്പൊ അത് നിങ്ങൾ കാണണം. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, അത് നിങ്ങൾ കാണണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.